ശബരിമലയിൽ ഇന്ന് ചിത്തിരാട്ട വിശേഷം. ശബരിമലയിലെയും മാളികപ്പുറത്തെയും മുൻ മേൽശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ലക്ഷാർച്ചന നടന്നു. നാളെയാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിത്ര ആട്ടവിശേഷ ദിവസമാണ്. അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളാണ് ശബരിമലയിൽ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഭക്തജന തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരക്കിന് ഇപ്പോൾ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതായത് രാഷ്ട്രപതിയുടെ സന്ദർശനം നാളെയാണ്. ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും സന്നിധാനത്ത് ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ എല്ലാവിധ ക്രമീകരണങ്ങളും സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെയും സന്നിധാനത്ത് നടക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ശബരിമലയിലെയും അതോടൊപ്പം തന്നെ മാളികപ്പുറത്തെയും മുൻ മേൽശാന്തിമാരാണ്. അവരാണ് ചിത്ര ആട്ടവിശേഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ലക്ഷാർച്ചന നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷാർച്ചന എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിമാരുടെ ഒരു കൂട്ടായ്മയായ മേൽശാന്തി സമാജം ഇപ്പോൾ കഴിഞ്ഞ ഈ 4ാമത്തെ വർഷമാണ് ഞങ്ങൾ ഇവിടെ ലക്ഷാർച്ചന നടത്തുന്നത്. ഇവിടെ അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും പൂജിച്ച ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്ന് ഈ ലക്ഷാർച്ചനയിൽ പങ്കെടുക്കാനും ഈ പൂജകൾ ചെയ്യാനും കിട്ടുന്ന, അർച്ചനകൾ ചെയ്യാനും കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ്. അയ്യപ്പനെ വീണ്ടും ഞങ്ങൾക്കിവിടെ ഒന്നിച്ച് കൂടാനും ഈ പവിത്രമായ ആ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ഞങ്ങളുടെ എല്ലാം ഭയങ്കര ഭാഗ്യമാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ കിട്ടിയ മഹാഭാഗ്യം വീണ്ടും ഞങ്ങൾക്ക് അയ്യപ്പൻ ഇങ്ങനെ ഒരു വീണ്ടും ഒരു അവസരം തരികയാണ്. എല്ലാ വർഷവും ഇനി തുടർന്ന് പോകുന്ന എല്ലാ വർഷവും ഞങ്ങളുടെ ലക്ഷാർച്ചന ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹവും ആളിയപ്പുറത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ ഒരു വലിയ നിയോഗം ലഭിച്ച ആളുകളൊക്കെ തന്നെയാണ് വീണ്ടും ഈ സന്നിധിയിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളൊരു, വീണ്ടും ഇവിടേക്ക് എത്തി അർച്ചന നടത്താൻ കഴിയുന്നു എന്നൊരു മഹാഭാഗ്യം തന്നെയാണ്. ഞങ്ങൾ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ ഒരു കൂട്ടായ്മയായ മേൽശാന്തി സമാജം എന്ന സംഘടനയുണ്ട്. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മുൻ മേൽശാന്തിമാർ ശബരിമലയിലും മാളികപ്പുറത്തും ഒത്തുകൂടുവാനുള്ളൊരു അവസരമായിട്ടാണ്, ഒരു പുണ്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വളരെയധികം പ്രായാധിക്യമുള്ള പല മേൽശാന്തിമാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞങ്ങളുടെ വഴിപാടായിട്ടാണ് ഈ ഭഗവാൻ ഇത് സമർപ്പിക്കുന്നത്. ഞങ്ങൾ ഒരു വർഷം പുറപ്പെടാൻ മേൽശാന്തിമാരായി ഇവിടെ സേവനമനുഷ്ഠിച്ച് ഭഗവാനെ സേവിച്ചു. ആ പുണ്യത്തിൻ്റെ മധുരം ഒന്നുകൂടി നുകരുവാൻ വേണ്ടിയിട്ട്, ആ ഓർമ്മകൾ ഒന്നുകൂടി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ഒത്തുകൂടിയിരിക്കുകയാണ്. അയ്യപ്പസന്നിധിയിൽ കൂടിയിരിക്കുന്നത്. ഇന്ന് ലക്ഷാർച്ചന പൂർത്തിയാക്കി ഉച്ചപ്പോയോട് കൂട്ടിയിട്ട് ഞങ്ങൾ മടങ്ങുകയും ചെയ്യും. സാംശരണം. എന്തായാലും തിരക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു. മണ്ഡലകാലത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഭക്തജന തിരക്കായിരുന്നു ഈ മാസപൂജയുടെ തുടക്കത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ തിരക്ക് പൂർണ്ണമായും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തായാലും കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണത്തിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്.